This is not an accident. വണ്ടിയും വ്യക്തിയും തമ്മിൽ ഏകദേശം 10 അടിയോളമെങ്കിലും ദൂരമുണ്ട്. വണ്ടി സ്കിഡായ പാടുകളല്ലാതെ വ്യക്തിം ഇവിടെ നിന്ന് ഇറങ്ങിയോ ഇഴഞ്ഞോ പോയതിന് യാതൊരു മാർക്സും ഇല്ല. അപ്പോൾ ഇത് ആക്സിഡന്റ് കഴിഞ്ഞ വ്യക്തിം തെറിച്ചുപോയ ദൂരം തന്നെയാണ്. വ്യക്തിമിന് തലയ്ക്ക് പിന്നിൽ വലിയ മുറിവുണ്ട്, പക്ഷേ ഹെൽമെറ്റിന് ഡാമേജും പറ്റിയിട്ടില്ല. ഹെൽമെറ്റ് കിടക്കുന്ന വണ്ടിയുടെ തൊട്ടടുത്തും. സാർ, അതിപ്പോൾ ആദ്യത്തെ ഇടിയിൽ തന്നെ ഹെൽമെറ്റ് തെറിച്ചു പോയിട്ടുണ്ടാവാം, പിന്നീടാവാം തലയിടിച്ചത്. അത് തലയടിച്ചുണ്ടായ മുറിവല്ല. എന്ന് വെച്ചാൽ കൃത്യം ചെയ്തയാൾ കൃത്യം നടത്താൻ വേണ്ടി ഹെൽമെറ്റ് ഊരിയിട്ടുണ്ട്. അപ്പോൾ യൂസ് ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ പ്രതി ഒരു വെപ്പൺ കയ്യിൽ കരുതിയിരുന്നു എന്നർത്ഥം. അതുപോലെ കഴുത്തിൽ ഒരു ലിഗേച്ചർ മാർക്കുണ്ട്. പോയത് സ്വർണ്ണമാല മറ്റാണെങ്കിൽ പ്രതി മോണിറ്ററി ബെനിഫിറ്റ് നോക്കുന്നുണ്ട്. വിക്ടിമിനെ ഐഡന്റിഫൈ ചെയ്തോ? സാർ, വെഹിക്കിളിൻ്റെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസും ഓണർഷിപ്പ് ഡീറ്റെയിൽസും എടുത്തിട്ടുണ്ട്. മരിച്ച ആളുടെ പേര് ഒരു സാമുവൽ ഉമ്മൻ. സാമുവൽ ഉമ്മൻ. സാർ, പോയിട്ട് എന്തായി? സാർ, അറിഞ്ഞുകൊടുത്തോളം അത്യാവശ്യം കാശ് കണ്ട് വളർന്നിട്ടുള്ള, കാശ് കണ്ട് ഒരുപാട് കളി കളിച്ചിട്ടുള്ള ഒരാളാണ് ഈ സാമുവൽ. നല്ല സാമ്പത്തികമുള്ള കുടുംബം, 2 മക്കൾ. ചെക്കനങ്ങ് UK റെസ്റ്റോറൻറ്റ് ബിസിനസ്സാണ്. മകളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുക. ഈ സാമുവലിന് ചീട്ടുകളിയുടെ വീക്ക്നെസ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നല്ലോണം മദ്യപിക്കുകയും ചെയ്യുമായിരുന്നു. ഈ ടോട്ടറി ക്ലബ്ബിൽ ചീട്ടുകളി ഫ്രണ്ട്സുമായി ചേർന്ന് പുള്ളി കുറച്ച് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്ത് കുറച്ച് സാമ്പത്തിക നഷ്ടം വരുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പുള്ളി ഒന്ന് ഒതുങ്ങിയത്. പിന്നെ ഈ വസ്തുക്കളുടെ ആദായവും പിന്നെ പുറത്തുള്ള അടിയൊക്കെ നിർത്തി നല്ല രീതിയിൽ നടക്കുമായിരുന്നു എന്നാണ് എല്ലാവരും ഇപ്പോൾ പറയണേ. ഒതുങ്ങിപ്പോകുന്നവന് അങ്ങനെ ശത്രുക്കൾ ഇപ്പം ഉണ്ടാവാൻ സാധ്യത കുറവല്ലേ? അതെ സാർ. അന്ന് രാത്രി അഡ്വക്കേറ്റ് ജയപ്രകാശിനെ കാണാൻ പോയിന്നാണ് സാമുവലിൻ്റെ വൈഫ് പറയുന്നത്. നാന്ത്രിക്കിലാണ് അഡ്വക്കേറ്റിൻ്റെ വീട്. ഈ സാമുവൽ മരിച്ചു കിടന്നതും ആ റൂട്ടിലാണ്. It's a clear case of homicide. TBI, traumatic brain injury. ഓക്സിപിറ്റൽ ബോണിൽ ഡിപ്രസ്ഡ് കൊമ്മ്യൂണേറ്റഡ് ഫ്രാക്ചർ വിലങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഡയമെൻഷൻസ് വന്നിരിക്കുന്നത് ലെങ്ത് 8 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് 4.5 സെൻറ്റിമീറ്റർ, ഡെപ്ത് 1.5. കുഴുവിൻ്റെ ഔട്ടർ എൻഡിൽ നിന്ന് ഫിഷർ ഫ്രാക്ചേഴ്സും കാണുന്നുണ്ട്. ജാക്കി ലിവർ, കമ്പിപ്പാര, കനമുള്ള ഇരുമ്പുദണ്ട്, അങ്ങനെ ഏതെങ്കിലും സിലിണ്ട്രിക്കൽ വെപ്പൺ ആവാനാണ് സാധ്യത. ആൻഡ് എ സബ്ഡ്യൂറൽ ഹെമറ്റോമ മീൻസ് കളക്ഷൻ ഓഫ് ബ്ലഡ് ഓൾസോ ഒബ്സർവ്ഡ്. പിന്നൊരു കാര്യം, ആ മനുഷ്യന് എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കില്ലായിരുന്നു. റൈറ്റ് ഹിപ്പ് ജോയിന്റിൽ ഫ്രാക്ചറും ഡിസ്ലൊക്കേഷനും സംഭവിച്ചിരുന്നു. അത് വണ്ടി കൊണ്ട് ഇടിച്ചപ്പോൾ സംഭവിച്ചതാവാം, അല്ലെങ്കിൽ വീഴ്ചയിൽ സംഭവിച്ചതായിരിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് മെയിൽ ചെയ്യാം. താങ്ക് യു ഡോക്ടർ. എന്തായി എടുക്കളെ? സാറേ, ഈ പരിസരത്തുള്ള സകല വർക്ക്ഷോപ്പിലും കയറി ഇറങ്ങി.
ഹിറ്റ് ആൻഡ് റൺ പാറ്റേൺ സംശയിക്കാവുന്ന ഒരു കേസും ഇവിടെ ഒന്നും വന്നിട്ടില്ല സാറേ. ഉം. പിന്നെ CCTV വിഷ്വൽസ് കളക്ട് ചെയ്യാനും കുറേ ബുദ്ധിമുട്ടി സാറേ. ആകെ കിട്ടിയേക്കുന്ന ഒരു പെട്രോൾ പമ്പിലെ വിഷ്വൽസാണ്. അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വേറെ വിഷ്വൽസ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. കിട്ടിയ വിഷ്വൽസായിട്ട് സ്റ്റേഷനിലോട്ട് വാ. ശരി സാറേ. ഓക്കെ. അന്ന് രാത്രി എന്തിനാണ് സാമുവൽ അഡ്വക്കേറ്റിനെ വന്ന് കണ്ടത്? അത് വേറൊരു നാറ്റ കേസാ സാറേ. പുള്ളിയുടെ മോൾക്കൊരു പ്രേമം. ആ പയ്യനാണ് വേറൊരു കാസ്റ്റും. അച്ചായന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒന്ന്. എന്നോടെല്ലാം ഒന്ന് പറയാറുണ്ടേ, കേസ് നടത്തിയുള്ള ആത്മബന്ധമാണ്. ഇന്നലെ വന്നത് പ്രശ്നം കുറച്ച് രൂക്ഷമായപ്പോഴാണ്. 2 ദിവസം മുമ്പ് അച്ചായൻ്റെ മോള് പറയുക ആ പയ്യനെ വിട്ടൊരു പരിപാടിയിലെന്ന്. ആ പയ്യൻ വിളിച്ച് ഇറങ്ങിപ്പോവെന്ന്. അതും അച്ചായൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാതി അച്ചായൻ ആ പയ്യനെ വിളിച്ച് തീർത്ത് കളയെന്ന് പറഞ്ഞു. പിന്നെ അത് ഏറ്റുപിടിക്കാൻ കുറേ അവന്മാരും. ഒറ്റ ഓർത്തും ശരിയല്ല സാറേ. കോണം അതാണല്ലോ. ആ ഏരിയ അത്ര വെടിപ്പല്ല. ഇടവെട്ട ലക്ഷം വീട് കോളനി. അച്ചായൻ ആള് ശാന്തനാ. ഇടഞ്ഞാ പ്രശ്നമാണ്, അതെല്ലാവർക്കും അറിയാം. പക്ഷെ അച്ചായൻ്റെ ജീവന് ഭീഷണി ഉണ്ടായിരുന്നു. അക്കാര്യം സംസാരിക്കാനാണ് സാമുൽ അച്ചായൻ ഇന്നലെ വന്നത്. എന്നോട് ആരെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ആ പെണ്ണിൻ്റെ കാമുകൻ്റെ പേരേ പറയൂ. കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് വേണം. റെഡി എനിക്കൊരു കൂട്ടുകാരനുണ്ട് സാറേ, വിലാസ്. കൂടപ്പിറപ്പിനെ പോലെ സാറേ അവൻ. ആളൊരു എടുത്തിയാട്ടക്കാരനാ. സാമുവൽ അച്ചായനെ അവൻ വിളിച്ചിട്ടുള്ളത് നേരാ, പക്ഷേ ഭീഷണിപ്പെടുത്തിയിട്ടൊന്നുമില്ല സാറേ. ഞാൻ ആ കാര്യം പറഞ്ഞ് അവൻ ഒരുപാട് വഴക്കും പറഞ്ഞു. ഞാൻ ആ പുള്ളി എന്ത് ചെയ്യാനാ സാറേ? ഒന്നുമില്ലല്ലോ, ഞാൻ സ്നേഹിക്കുന്ന പെങ്കൊച്ചിൻ്റെ അപ്പനല്ലേ. അപ്പോൾ ഇതിലൊന്നും നീ ഇല്ല എന്നാണോ? ഉറപ്പായിട്ടുമില്ല സാറേ. അകത്തുകൊണ്ട് നിർത്തിക്കോ സാർ. ഇന്നലെ ഉറങ്ങിയിട്ടില്ല സാറേ. ഇന്നലെ രാത്രി ഹോസ്പിറ്റലായിരുന്നു. അതെ സർ, ആ എന്താ അഞ്ജലി? മോളുടെ റിസൾട്ട് വന്നു. ഫുൾ A+ ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. എടുക്കൂ. മോളോട് കൺഗ്രാറ്റ്സ് പറയട്ടോ. ഓ, പറയാലോ. നിർത്ത്. കുറച്ചുകൂടി റിവൈൻഡ് ചെയ്ത്. ഒന്നുകൂടെ സൂം ചെയ്തേ. ആ, വെഹിക്കിൾ ഡീറ്റെയിൽസ് ക്ലിയർ ആവുന്നില്ല സർ. സർ, മാക്സിമം സൂം ഒരു മിനിറ്റ്. അതെ സർ. സർ ഒന്ന് പോസ് ചെയ്യാവോ? എന്താ? ഒന്ന് പോസ് ചെയ്തേ. എന്തു പറ്റി? സാറേ, ഇന്ന് രാവിലെ ഒരു ഹിറ്റ് ആൻഡ് റൺ കേസ് ഞാൻ വിളിച്ചു പറഞ്ഞില്ലായിരുന്നോ? ഒരു ഹേറ്റ് ഹോറിസ്. ആ, അതിതാണോന്ന് എനിക്ക് സംശയമുണ്ട് സാർ. ഓ, ഒരു മിനിറ്റ്. ആ പയ്യൻ എൻ്റെ ഒരു പെൻഡ്രൈവ് തന്നിട്ടുണ്ട്, ഞാൻ എടുത്തിട്ട് വരാം. എടുത്തിട്ട് വാ. ഹലോ, ശരി. ബാക്കി വിവരങ്ങൾ അന്വേഷിച്ച് പറ. ഓക്കെ, ഇങ്ങനൊരു പുതിയ അപ്ഡേറ്റ് നേരിട്ട് പോയി അന്വേഷിച്ച് അത് തന്നെയാണ് സർ. ഓക്കെ, ഞാൻ വിളിച്ചോളാം. ശരി. അത് കണക്ട് ചെയ്യും. ഡിയർ ഫ്രണ്ട്സ്, ഇതെന്താവുമെന്നോ എങ്ങനെ ആവുമെന്നോ എനിക്ക് ഒരു പിടിയുമില്ല. സംഭവം ഇവക്ക് ഇന്ന് ലൈസൻസ് കിട്ടിയിട്ടു. അന്നേരം തൊട്ട് വണ്ടി ഓടിക്കണം എന്ന് പറഞ്ഞ് എനിക്കൊരു ഇരിക്കപ്പുറം തന്നിട്ടില്ല. ഇവളെങ്ങനെയാണ് കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനെ അടിച്ചിട്ട് ലൈസൻസ് എടുത്തെന്നറിയാൻ ആഗ്രഹമുള്ളതുകൊണ്ട് ഞാനും കയറിയിരിക്കുവാണ്. റിസൾട്ട് ഇപ്പം തന്നെ അറിയാം. പിന്നെ ഉത്തരവാദിത്തമുള്ള ഒരു പൗരൻ എന്ന നിലയിൽ പൊതുജനാരോഗ്യം കണക്കിലെടുത്ത് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് രാത്രി സമയത്താണ്. ഇവിടെ വണ്ടിയും കുറവാണ്. മോളെ, നിന്നെ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമില്ല കേട്ടോ, ഒന്നും വിചാരിക്കല്ലേ. നിന്റെ ഈ വളിപ്പടി ഒന്ന് കഴിഞ്ഞെങ്കിൽ എനിക്ക് വണ്ടി ഒന്ന് എടുക്കാവോ? എടുത്തോ. ഞാൻ മാത്രമല്ല, എനിക്ക് എല്ലാരും ഇത് കാണിച്ചു. അപ്പൊ ഗായ്സ്, ദാ വണ്ടി എടുക്കുന്നു. നമ്മളെല്ലാരും കാത്തിരുന്നവരും
അയ്യോ ആരാ എവിടെ വണ്ടി ഓടിക്കുന്നത്? ഇവനെ നിനക്ക് എന്തെങ്കിലും പറ്റിയോ? മോക്ക് എന്തെങ്കിലും പറ്റിയോ? ഞാൻ പിടിക്കാൻ വരാതെ എല്ലാരും കാത്തിരുന്ന അയ്യോ ആരാ എവിടെ വണ്ടി ഓടിക്കുന്നത്? ഇവനെ നിനക്ക് എന്തെങ്കിലും പറ്റിയോ? മോക്ക് എന്തെങ്കിലും പറ്റിയോ? ഞാൻ പിടിക്കാൻ വരാതെ. സാറേ, ഷാജി മേരി സദനം ഇടവട്ടം. ഷാജി സാറേ, ഈ ആളെനിക്കറിയാം. ആളിത്തിരി പശക. നമ്മുടെ ആ ഇടവട്ടം ലക്ഷം വീട് കോളനിയിലുള്ള ആ ഏരിയ ഒന്ന് ഒതുങ്ങിയതായിരുന്നല്ലോ. പിന്നെ തുടങ്ങിയിട്ടുണ്ട് സാറേ. ആ ഏരിയ അത്ര വെടിപ്പല്ല. ഇടവട്ടം ലക്ഷം വീട് കോളനി. എന്നോട് ആരെങ്കിലും സംശയം ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ ആ പെണ്ണിൻ്റെ കാമുകൻ്റെ പേര് പറയും. നീയും ആ കോളനി തന്നെ അല്ലടാ? അതെ. നിനക്കറിയില്ലേ നിന്റെ കോളനിയിലെ ഷാജിയെ? അറിയാം. ദാസേ, സർ, ഷാജിയെ പൊക്കിയേര്. ഇവൻ പറയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇനിയുണ്ട്. പറാസേ. സാറേ, ആ ഷാജി അബ്സ്കോണ്ടായി. മൊബൈലിലും വിളിച്ചിട്ട് കിട്ടുന്നില്ല. നമുക്ക് പണിയായെന്നാ തോന്നുന്നത്. അല്ല, അവനെ പൊക്കിയേ പറ്റൂ. അവൻ എങ്ങനെയാണ് ഇതിനകത്ത് ഇന്നായതെന്നുള്ള റൂട്ട് നമുക്കറിയണം. ഒരു 30 മിനിറ്റ്സിൽ ഇങ്ങോട്ട് വാ. ഓക്കെ സർ. സാമുവലിൻ്റെ കഴുത്തിലുള്ള മുറിവ് മാല പൊട്ടിച്ച് തന്നെയാണ്. ആ വഴിക്കുള്ള അന്വേഷണം. സാറേ, ഈ ഏരിയയിലുള്ള മുഴുവൻ ബാങ്കുകളും ജ്വല്ലറികളും പ്രൈവറ്റ് ഫിനാൻസ് സ്ഥാപനങ്ങളും ഒക്കെ നമ്മൾ കയറി ഇറങ്ങി. മാല വിൽക്കാനോ പണയം വെക്കാനോ ആയിട്ട് ഷാജി ഇതുവരെ അവിടെ ഒന്നും ചെന്നിട്ടില്ല. ഇനി അവൻ ചെന്ന അവർ നമ്മളെ വിവരം അറിയിച്ചോളും. സാറേ, ഓട്ടോ സ്റ്റാൻഡിൽ കിടന്നുകൊണ്ട് വണ്ടി ഓടുന്നെങ്കിലും കാശ് കിട്ടുന്ന ഏത് ഉടങ്കൊല്ലി പരിപാടിക്കും മുന്നും പിന്നും നോക്കാതെ ചാടി ഇറങ്ങുന്നവനാ ഈ ഷാജി. അവന് കക്കാനും അറിയാം, നിൽക്കാനും അറിയാം. പക്ഷെ അവനിങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. നമുക്ക് നോക്കാം. ഈ ഷാജിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. അവൻ എവിടെയാ പോയത്? നിങ്ങൾ വല്ലതും വിളിച്ചിരുന്നോ? ഇല്ല സാറേ, വിളിച്ചില്ല. ചില ദിവസം അങ്ങനെയാ, ഓട്ടം വന്നാൽ പെട്ടെന്ന് പോകും. പിന്നെ നമ്മൾ വിളിച്ചാലും ഫോണൊന്നും എടുക്കത്തില്ല. ഒരു മാല വന്നില്ലേ നിനക്ക്? ഏത് മാലയാ സാറേ? എന്ന് തന്നത് എനിക്ക് മനസ്സിലായില്ല. കഴിഞ്ഞ ദിവസം. കഴിഞ്ഞ ദിവസോ? എൻ്റെ കയ്യിലും തന്നിട്ടില്ല സാറേ. കഴിഞ്ഞ ദിവസം രാവിലെ പോയതാ. പിന്നെ ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ഇതുവരെ വന്നില്ല. എന്നിട്ട് നിങ്ങൾ വിളിച്ചില്ലേ? ഇന്നലെ ഉച്ച കഴിഞ്ഞ് കഴിക്കാൻ വരുന്നില്ലെന്ന് വെച്ച് വിളിച്ചായിരുന്നു. എത്ര മണിക്ക്? ഒരു 3:30 സാറേ. എന്നിട്ട് ബിരിയാണി കഴിച്ചു, തിരക്കില്ല, പിന്നെ വിളിക്കാമെന്ന് കട്ട് ചെയ്തു. വിളിച്ചപ്പോൾ ഷാജി എവിടെയായിരുന്നു? അതറിയത്തില്ല. പിന്നെ ശബ്ദം കേട്ടപ്പോൾ തിയേറ്ററിലാണെന്ന് തോന്നണം. ആരുടെ കൂടെ പോകാനാ സാധ്യത? അതറിയില്ല സാറേ. ഈ ഷാജി സ്ത്രീ വിഷയത്തിൽ എങ്ങനെയാ? അയ്യോ, പക്കാ ഡീസൻ്റ് ആണ് സാറേ. വണ്ടി എടുത്തോ സാറേ. കേട്ടോടത്തോളം ഷാജി ആളൊരു ഡീസൻ്റാ. ഒരു കുഞ്ഞുമോളാ ഇപ്പോഴത്തെ കമ്പിക്കാരി. അല്ല, കമ്പനിക്കാരി. ഇവിടെ നേരെ പോയി 2 വളവ് കഴിഞ്ഞ് ഇടതേ സൈഡിൽ 4ാമത്തെ വീട്. പിന്നെ സാറേ, അവന് കെട്ടിയോളെ കണ്ടില്ലെങ്കിലും കുഞ്ഞുമോളെ കണ്ടില്ലേ ഉറക്കം വരില്ല എന്നാ കൂടെയുള്ള ഓട്ടോ ഡ്രൈവേഴ്സ് പറയുന്നത്.
കുഞ്ഞുമോളെ, കുഞ്ഞുമോളെ, വാ സാറേ. കുഞ്ഞുമോളെ, ആ ഒന്ന് വന്നേടി കൊച്ചേ. കുഞ്ഞുമോളെ, ഓ ദേ സാറിന് നിന്നോട് ഏതാണ്ട് ചോദിക്കാനുണ്ടെന്ന്. എന്താ സാറേ? നിങ്ങളിവിടെ ഒറ്റയ്ക്കാണോ താമസം? പിള്ളേരുണ്ട്, സ്കൂളിൽ പോയേക്കുവാ. ഹസ്ബൻഡോ? ഗൾഫിലാ സാറേ. ഹലോ, അപ്പോൾ ഓട്ടം വേണ്ടപ്പോൾ മുഴുവൻ ഷാജിയായിരിക്കും വിളിക്കണല്ലേ? സ്റ്റാൻഡിൽ അങ്ങനെ ഒരു സംസാരം ഉണ്ടല്ലോ. ആ പറയുന്നവരുടെ ഉദ്ദേശം വേറെയാ സാറേ. കെട്ടിയവന് ഗൾഫിലെന്താ ജോലി? കൺസ്ട്രക്ഷൻ പണിയാ സാറേ. എന്നിട്ട് അവൻ ഈ വീടിൻ്റെ പണിയൊന്നും തീർത്തിട്ടില്ലല്ലോ. ഓ ഇല്ല സാറേ, ഓരോരോ പ്രാരാബ്ദങ്ങളല്ലേ. 2 പിള്ളേരാ വളർന്നു വരുന്നത്. എന്നിട്ടാണോ നീ ഇങ്ങനെ കാണിച്ചുകൊണ്ട് നടക്കണേ? അനാവശ്യം പറയല്ല സാറേ. എന്താനാവശ്യം? ഈ കേക്കും വെള്ള കുത്തലൊന്നും നിനക്ക് ചെയ്യുമ്പോഴല്ലോടി. ഇതൊക്കെ ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നതാണ് സാറേ. അത് വെച്ച് സാറ് സംസാരിക്കല്ലേ. എന്ത് സംസാരിക്കില്ലെന്ന്? നീ ആരാണ് എന്താണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അതനുസരിച്ച് ഷാജി ഇങ്ങോട്ട് വരികയോ വിളിക്കുകയോ എന്തെങ്കിലും ചെയ്തായിരുന്നോ? ഇല്ല ഇല്ല സാറേ. എത്ര നാളായി ഇവിടെ വന്നിട്ട്? കുറേ നാളായി. ഇതാണോ നീ ഉപയോഗിക്കുന്ന ഫോൺ? അതെ. അപ്പോൾ ഇതോ? അത് എപ്പോൾ മേടിച്ചത്? ഇന്നലെ. മാസം അവസാനമാകുമ്പോൾ ഞങ്ങൾ പോലും ഉണ്ടായിട്ട. ഈ പ്രാരാബ്ദത്തിൻ്റെ ഇടയിലൊക്കെ ഇതെങ്ങനെ ഒപ്പിച്ചെടുക്കുന്നു? ഉള്ളതൊക്കെ വെച്ച് ഇട്ടുകൂട്ടി മേടിച്ചതാ സാറേ. അതുകൊട്ടെ. ഷാജി നിനക്ക് കൊണ്ടുത്തന്ന മാല ഏകദേശം എത്ര തൂക്കം വരും? ഏത് മാലയാ സാറേ? 28 ഗ്രാം, 26,500 രൂപ വെച്ച് 1,82,000 രൂപ. ഈ തൂക്കത്തിനുള്ള സ്വർണം നിനക്ക് ആരാണ് തന്നത്? എന്താ ഷാജി ഉണ്ടായത്? മൊത്തം അള്ളിപ്പറിച്ച് വെച്ചേക്കുവാണല്ലോ. നിന്റെ നീറ്റിലൊക്കെ ദേ ഇത് മാറ്റിക്കോളും. സ്വർണ്ണാണോ? ഇതെവിടുന്നാ? അത് നീ അറിയേണ്ട കാര്യമില്ല. പിന്നെ ഇത് വിറ്റ് കളയരുത്, പണി പാളും. നീ ഇത് പണയം വെച്ചതാണോ വിറ്റതാണോ? ഇവിടെ സ്വർണത്തിന്മേൽ കൈവായ്പ കൊടുക്കുന്ന ഒരു താത്തയുണ്ട്. അവിടെ ഞാൻ പണയം വെച്ചതാ. ഇതെന്റെ സാമൂലച്ചൻ്റെ മാറ തന്നെ സാറേ. എപ്പോഴാ ചേട്ടൻ നോക്ക്? മറ്റന്നാൾ മൂത്ത മോനെ UK-ല. അവൻ നാളെ വൈകിട്ടേ എത്തുള്ളൂ സാറേ. 1-2 കാര്യങ്ങളൊന്ന് ചോദിച്ചറിയാൻ വേണ്ടിയാ. ഇതൊരു ആക്സിഡൻ്റ് അല്ല, കാര്യങ്ങളൊക്കെ അറിയാലോ. അറിയാം സാർ. പക്ഷേ ചാച്ചനോട് ആർക്കാ ഇത്രയും വൈരാഗ്യം? എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊന്ന് കണ്ടെത്തി തരണം. പിന്നെ സാറേ, സ്ട്രൈറ്റ് ആയിട്ടൊരു കാര്യം പറയുന്നതുകൊണ്ടൊന്നും വിചാരിക്കരുത്. എൻ്റെ മൊഴിക്ക് എന്തേലും വാലിഡിറ്റി ഉണ്ടെങ്കിൽ ഞാൻ പറയുക. എൻ്റെ ബോയ് ഫ്രണ്ടിന് ഇതിലൊരു പങ്കുമില്ല. വെറുതെ അവൻ്റെ പുറകെ പോയി ഇത് ചെയ്ത ആൾ രക്ഷപ്പെടാൻ പാടില്ല. അതുകൊണ്ട് പറഞ്ഞേക്കൂ. ചെയ്തതാരാന്ന്? എന്താ പേര് പറഞ്ഞേ? എസ്തർ. എസ്തർ. കൃത്യമായിട്ട് കണ്ടെത്തുന്നല്ലേ എസ്തറെ ഞങ്ങളുടെ ജോലി. പിന്നെ എസ്തറിൻ്റെ ബോയ് ഫ്രണ്ട് ഇത് ചെയ്തിട്ടില്ലെന്ന് ഉറപ്പിച്ച് പറയാൻ എസ്തർ അയാളുമായിട്ട് ഒരുമിച്ച് ജീവിച്ച് വരികയൊന്നും ആയിരുന്നില്ലല്ലോ. ശരിയല്ലേ? അയാൾ എങ്ങനെയാ, എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്?
എന്നൊക്കെ പറയാൻ പറ്റില്ലല്ലോ. അതൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. എസ്തർ എന്തിനാ മിനിയാന്ന് രാത്രി 9:27 ചാച്ചനെ വിളിച്ച് 1 മിനിറ്റും 13 സെക്കൻഡ് സംസാരിച്ചത്? എന്തായിരുന്നു ചാച്ചനോട് സംസാരിച്ചത്? അയ്യോ സാറേ, എൻ്റെ ഫോൺ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അത് ചാച്ചൻ്റെ കയ്യിലായിരുന്നു. പിന്നെ എങ്ങനെയാ സാറേ ഞാൻ വിളിക്കുന്നത്? അതെ, സാമുലിൻ്റെ കംപ്ലീറ്റ് കോൾ ഡീറ്റെയിൽസ് വെച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. എസ്തറാണ്, അല്ലെങ്കിൽ എസ്തറിൻ്റെ ഫോണിൽ നിന്നാണ് അവസാനമായിട്ട് സാമുലിന് ഒരു കോൾ പോയിരുന്നത്. അതാ സാറേ ഞാനും പറഞ്ഞേ, എൻ്റെ ഫോൺ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അത് ചാച്ചൻ്റെ കയ്യിലായിരുന്നു. മോള് പറഞ്ഞത് നേരാ സാറേ. ആ ചെക്കനുമായിട്ടുള്ള പ്രശ്നത്തിൽ ഇവളുടെ ഫോൺ അങ്ങനെ മേടിച്ച് വെച്ചേക്കായിരുന്നു. സാമുൽ ആ ഫോൺ ആർക്കെങ്കിലും കൊടുത്തായിട്ട് അറിയാവോ? അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയത്തില്ല സാർ. എൻ്റെ ഫോൺ മിസ്സിങ് ആണെന്ന് പോലും ഞാൻ അറിയുന്നത് ഇപ്പോഴാണ്. എസ്തർ പറഞ്ഞത് ശരിയാണ് സാർ. 26-ാം തീയതി രാത്രി 9:27 എസ്തറിൻ്റെ ഫോൺ ലൊക്കേഷൻ കാണിക്കുന്നത് മുരിങ്ങമൂട് ടവറിൻ്റെ കീഴിലാണ്. അന്ന് വൈകുന്നേരം ഏകദേശം 6:30 തൊട്ട് രാത്രി 11:10 വരെ എസ്തറിൻ്റെ ഫോൺ ആക്റ്റീവ് ആയിരിക്കുന്നത് ആ ടവർ ലൊക്കേഷനിൽ മാത്രമാണ്. മുരിങ്ങമൂട് ടവറിൻ്റെ അണ്ടറിലാണ് സർ ഈ മർഡർ നടന്ന 18-ാം പടി. വിച്ച് മീൻസ് 4-4.5 മണിക്കൂറോളം സാമുവലിൻ്റെ വരവും കാത്ത് മുരിങ്ങമൂട് ഭാഗത്ത് ആരോ ഒരാളുണ്ടായിരുന്നു. അയാളുടെ കയ്യിൽ എസ്തറിൻ്റെ ഫോൺ എങ്ങനെ വന്നു? ഷാജിയും അയാളും തമ്മിൽ കണക്ഷൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ അതെന്താണ്? ഏത് രീതിയിലുള്ള സഹായമാണ് ഷാജി അയാൾക്ക് ചെയ്തു കൊടുത്തിരിക്കുന്നത്? ഇതിനെല്ലാം ഉപരി എസ്തർ പറഞ്ഞതെല്ലാം സത്യമാണോ? പഞ്ചായത്ത് ഓഫീസിൽ കയറി നിങ്ങളുടെ പാർട്ടിക്കാരുണ്ടാക്കിയ അടി ഉണ്ടാക്കിയവന്മാരുടെ പേരെഴുതി തന്നതും നിങ്ങൾ. ആ ലിസ്റ്റിലുള്ള ചെക്കനല്ലേ ഇവൻ? അതെ. ഇവിടെ 13-ാം തീയതി 10 മണിക്ക് LD ക്ലർക്ക് എക്സാം എഴുതാൻ കായംകുളത്തെ പോയി ഇവൻ എങ്ങനെയാടാ 10:30 ഇവിടെ നടന്ന അടി കൂടുന്നേ? ഇങ്ങനെ പിള്ളേരെ കേസിപ്പെടുത്തിയിട്ടല്ല പാർട്ടിയിൽ ആളെ കൂട്ടുണ്ട്, മനസ്സിലായോ? സാർ അഡ്വക്കേറ്റ് ജയപ്രകാശ് വന്നിട്ടുണ്ട്. ആ, നിങ്ങൾ പോക്കോ. സർ, മര്യാദയ്ക്ക് അടിയിലുണ്ടായവന്മാരുടെ പേര് മാത്രം എഴുതി വെച്ചിട്ട് പൊക്കോളണം. ശരി സാർ. ഹലോ, ഞാൻ സ്റ്റേഷനിലുണ്ട്. അത് കഴിഞ്ഞിട്ടൊന്നുമില്ല. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഇരിക്കൂ. ഞാൻ വിളിപ്പിച്ചതേ അന്ന് നിങ്ങളെ ചോദ്യം ചെയ്തില്ലേ, അപ്പോൾ കുറച്ച് കാര്യങ്ങൾ വിട്ടുപോയി. അതൊന്നും അറിയാൻ വേണ്ടിയിട്ടാ. ചോദിച്ചോ സാറേ. അന്ന് രാത്രി സാമുവൽ വക്കീലിൻ്റെ അടുത്ത് ഇരുന്നപ്പോൾ പുള്ളിക്ക് കോൾസ് വല്ലതും വന്നായിരുന്നു? വന്നായിരുന്നു, പക്ഷെ അത് ആരാണെന്ന് എനിക്കറിയത്തില്ല. കോള് വരുന്ന സമയത്ത് ഞാൻ പുള്ളിക്ക് കുടിക്കാൻ എടുക്കാനേ അകത്തേക്ക് പോയിരുന്നു. ഓക്കെ. പുള്ളിയുടെ മോളുടെ മൊബൈൽ ഫോണെ കുറിച്ച് വല്ല സംസാരം അവിടെ ഉണ്ടായിരുന്നു? ഞാൻ അന്നൊരു പയ്യൻ്റെ കാര്യം പറഞ്ഞില്ലേ, ചിലപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കും. അച്ചായൻ്റെ അടുത്ത് ആ പെങ്കൊച്ചൻ്റെ മൊബൈലിൽ എന്തെങ്കിലും ചെയ്താൽ അച്ചായൻ്റെ മൊബൈലിൽ അറിയാൻ പറ്റുമോ ചോദിച്ചു. ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുകയും ചെയ്തു. ഏതെങ്കിലും ഒരു കടയിൽ കൊടുത്താൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ എന്നും പറഞ്ഞു. അച്ചായൻ പക്ഷേ ഒരു ഹാഫ് ഫ്രാൻറ്റിക് മൂഡിലായിരുന്നു. ഞാൻ വിചാരിച്ച ഉടനെ തന്നെ ആ പയ്യനെ തീർത്ത് കളയുമെന്നു. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അച്ചായനെ സമാധാനിപ്പിച്ചിട്ടാണ് അന്ന് അവിടുന്ന് പറഞ്ഞു വിട്ടത്. ദാസേ പറ. സാറേ,